ഗായ്സ് അങ്ങനെ പോകുന്നതിൻ്റെ അടുത്ത് ഒരു കിടിലം വ്യൂ കണ്ടപ്പോൾ നിർത്തിയാട്ടോ നോക്കി. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഗൂഡല്ലൂർ വഴി തിരിച്ച് നാട്ടിലോട്ട് വരുന്ന ആ ഒരു ചെറിയ വീഡിയോ കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അതിനുവേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തുകൊണ്ടിട്ട് ഇട്ടാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ 1-2 എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വഴിയിൽ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. നമ്മളെ പവർ ബാങ്കിൽ ചാർജ് എല്ലാം തീർന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ട്രിപ്പിലുള്ള ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എല്ലാവരും നാട്ടിലേക്ക് വരുമ്പം ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈവേ ആ റൂട്ടായിരിക്കും വരിക. പക്ഷേ നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് റൂട്ടാട്ടോ. ആ റൂട്ടെല്ലാം അങ്ങോട്ട് പോയാൽ അപ്പം റൂട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ഗൂഗിൾ മാപ്പ് കാണിച്ച വേറെ ഏതോ ഒരു റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ടെന്ന് പറയുമ്പോൾ വന്നത് എനിക്ക് മുതലായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കിഡിലൻ ഒരു വെറൈറ്റി ആംബിയൻസ് ആട്ടോ ഉള്ളിലൂടെയുള്ള. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ ഞാൻ നട്ടുച്ചയ്ക്ക് വണ്ടി ഓടിച്ചിട്ടും എനിക്ക് ആ ഒരു ചൂട് സംഭവം ഒന്നും ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് അടിപൊളി റൂട്ടായിരുന്നു. കൂൾ ഫീൽ വരുന്ന ഒരു കിഡിലൻ റൂട്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വരുന്നവർ പോയ റൂട്ട് തന്നെ തിരിച്ചു വരാണ്ട് റൂട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. കിഡിലൻ റൂട്ടാണ്. എന്തായാലും ഇച്ചിരി അധികം ഓടിക്കഴിഞ്ഞാലും അതൊരിക്കലും നഷ്ടമാവില്ല. അതെന്തായാലും ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെ തരുന്നതാണ്. ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടോ. എന്നാൽ ഈ വരുന്ന സമയത്ത് കഴിച്ചുകൊണ്ട് പോരാന്ന് കരുതിയിട്ട് അങ്ങനെ ദേ നമ്മൾ പോയി ഏകദേശം മൈസൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മൈസൂരിൻ്റെ ഒരു പോർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാപ്പിൽ നോക്കുമ്പം. പക്ഷേ നമ്മൾ മൈസൂർ പ്രോപ്പറായിട്ടുള്ള ഒരു സിറ്റി ആ ഒരു ഏരിയയിലും ആ ഒരു ട്രാഫിക്കിലൊന്നും പെട്ടിട്ടില്ല. നമ്മൾ ഒരു ഉള്ളിലൂടെയുള്ള ഒരു വനത്തിലൂടെയൊക്കെയാണ് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കിഡിലും ഫോറസ്റ്റൊക്കെ അതിനിടയിൽ കൂടെ വന്നു പോകുന്നത് കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല കേട്ടോ. അതായത് വണ്ടികൾ പാസിങ് വളരെ കുറവാണ്. അതുപോലെ ആളുകളുടെ ഇടപഴക്കം, അതുപോലെ ടൗണുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വളരെ കുറവാണ്. ഒരു കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം, കിട്ടില്ല റോഡ്, ഒരു ട്രാഫിക്കും ഇല്ലാണ്ട് അങ്ങനെയുള്ള ഒരു റൂട്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഈ റൂട്ടിലൂടെ പോയപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ റൂട്ടിലൂടെ ഒരിക്കലെങ്കിലും നമ്മുടെ RC ആയിട്ട് വരണമെന്ന്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാട്ടോ. കിഡില റൂട്ട് എന്ന് വെച്ചാൽ കിഡില റൂട്ടാട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകേണ്ട ഈ ഒരു റൂട്ടിലൂടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാനങ്ങനെ എനിക്ക് ഫുഡിന് സമയമായപ്പം ഏകദേശം വൈറ്റ് റൈസ് കിട്ടുമെന്ന് നോക്കിയിട്ട് ഇതുപോലുള്ളൊരു ഒരു വീട്ടമ്മ നടത്തുന്ന ഒരു ഷോപ്പിലോട്ട് കയറി കേട്ടോ. ഹോട്ടൽ ഫുഡ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് ഞാൻ ഇതുപോലെ ഹോംലി ഫുഡ് കിട്ടുമെന്നായിരുന്നു കൂടുതൽ നോക്കിയിരുന്നത്. അങ്ങനെ വന്നപ്പം ഈ ഒരു സ്പോട്ടിൽ നോക്കിയപ്പം ഇവിടെ വൈറ്റ് റൈസ് സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഷോപ്പ്, ഒരു വളരെ ചെറിയൊരു ഷോപ്പ്, വളരെ കുറച്ച് ആളുകൾ മാത്രം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തേതായിട്ടുള്ള ഒരു രീതിക്കുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പ്. ഗായ്സ് അങ്ങനെ പോകുന്നതിൻ്റെ അടുത്ത് ഒരു കിഡിലം വ്യൂ കണ്ടപ്പോൾ നിർത്തിയാട്ടോ. നോക്കിക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ക്യാമറയിൽ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാമറയിലെയും അതുപോലെ പവർ ബാങ്കിലെയും ചാർജെല്ലാം കംപ്ലീറ്റ് തീർന്നു പോയിട്ടു. അവസാനമായിട്ടുള്ളൊരു രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ Insta360 ആയിരുന്നു. അതിലുണ്ടായിരുന്ന ചാർജിന് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫൈനൽ വേ എന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ അതും എടുത്ത് വണ്ടിയിലോട്ട് വെച്ച് പിന്നെ ഒരേ വരവായിരുന്നു കേട്ടോ.
ഒരു ഫോറസ്റ്റ് റൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ ചെന്നെത്തിയെന്ന് പറയുമ്പോൾ ഗൂഡല്ലൂരാട്ടോ. അതായത് നമ്മൾ മുമ്പ് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടും തപ്പി ഇങ്ങനെ പോകാൻ ഞാൻ. അതായത് നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും ഈ ഒരു സ്പോട്ടിൽ എവിടെയോ വെച്ചായിരുന്നു ആക്സിഡൻ്റ് ആയത്. മുമ്പ് ഒരു തവണ ഊട്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാട്ടിലോട്ടാട്ടോ വിട്ടെ. നാടുകാണി ഇറങ്ങി നിലമ്പൂർ വഴി നേരെ നാട്ടിലോട്ട് വിട്ടു. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.